മറ്റ് ടീമുകൾ മാറി മാറി വിജയങ്ങൾ സ്വന്തം പേരിൽ എഴുതി ചേർത്തപ്പോൾ ആദ്യ വിജയത്തിന്റെ മധുരം നുണയാൻ ഇതുവരെ KL രാഹുലിന്റെ LSGക്ക് ആയിട്ടില്ല. അവരിന്ന് ഏകാനിയിൽ സ്വന്തം വീട്ടിൽ പഞ്ചാബിനെ സ്വാഗതം ചെയ്യുകയാണ്. ധവന്റെ പഞ്ചാബും കഴിഞ്ഞ തവണ ഒരു പരാജയം രുചിച്ചറിഞ്ഞാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും ആർത്തിയോടുകൂടി ഭ്രാന്തമായി മത്സരിക്കും ഒരു വിജയം സ്വന്തമാക്കാനായി. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ടീമുകളുടെ കഴിഞ്ഞ മത്സരങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മായാജാലം തീർക്കുന്ന പ്രതിഭകളും പ്രതിഭാസങ്ങളും പെറുക്കുന്ന വേദി ടാറ്റ IPL. വെൽക്കം ടു കൂൾ മാച്ച് സെന്റർ ലൈവ്. ഞാൻ രേണു. എനിക്കൊപ്പമുണ്ട് രണ്ട് മുൻ കേരള ക്യാപ്റ്റന്മാർ റൈഫി ഗോമസും റോഹൻ പ്രേമും. കഴിഞ്ഞ കളികളിലേക്ക് ഞാൻ നേരെ കൊണ്ടുപോവുകയാണ്. റൈഫി, LSGക്ക് എന്താണ് സംഭവിച്ചത്? RRല് നമ്മുടെ സഞ്ജു ക്യാപ്റ്റനായിട്ട് നിൽക്കും. അന്ന് RR കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്യുന്നതാണ് കണ്ടത്. തിരിച്ചു വരുമ്പോൾ ബാറ്റിംഗ് എടുത്ത് പറയേണ്ട കാര്യമാണ്. ആദ്യം ക്വിന്റൻ ഡിക്കോക്കിന്റെ വിക്കറ്റ് പോകുന്നു. KL രാഹുൽ മനോഹരമായിട്ട് കളിക്കുന്നു. പക്ഷേ മലയാളി പയ്യൻ ദേവദത്ത് നിക്കോളാസ് പൂരൻ ഉഗ്രൻ ഒരു ഇന്നിങ്സ് കളിച്ചെങ്കിലും അന്ന് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനായിരിക്കും LSG വരാൻ പോകുന്നത്. LSGയുടെ കഥ അതാണെങ്കിൽ പഞ്ചാബിന്റെ തലവേദന ശരിക്കും എവിടെയായിരുന്നു? എനിക്ക് തോന്നുന്നു പഞ്ചാബിൻ്റെ ഒരു കാര്യത്തിലും ഒരു കൺസിസ്റ്റൻസി. ബാറ്റിംഗ് ഓർഡർ കഴിഞ്ഞ തവണ നന്നായിട്ട് ചെയ്ത പ്രഭ്സിമ്രൻ സിംഗിനെ ഇത്തവണ നമ്പർ 3 വരുന്നു. കൂടാതെ ആ ഒരു മിഡിൽ ഓവേഴ്സ് അല്ലെങ്കിൽ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാലും കഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ്. അപ്പം മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഇൻകൺസിസ്റ്റൻസി പഞ്ചാബിന് നമുക്ക് കാണാം. പഞ്ചാബിന് ഇൻകൺസിസ്റ്റൻസി ഉണ്ടായിരുന്നെങ്കിൽ LSGക്ക് മിഡിൽ ഓർഡർ തലവേദന ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. കാരണം KL രാഹുലിന് ആ ഒരു സപ്പോർട്ട് കൊടുക്കാനാണ് സൈമൺസിനെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് LSG ഇറങ്ങാൻ പോകുന്നത് ആ ഒരു ആദ്യ വിജയം, പ്രത്യേകിച്ച് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. അതായത് LSGയുടെ കാര്യമാണെങ്കിൽ പഞ്ചാബിന്റെ മരണ ഓവറുകളിലെ ബോളിങ്ങിനെ കുറിച്ചും കൂടെ പറയണ്ടേ? തലവേദനയല്ലേ? ഉറപ്പായിട്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ അവർ രണ്ടായിട്ട് കളിച്ച് നിൽക്കുന്ന അർഷദീപ് സിംഗിനെ പോലുള്ളവർ പോലും അല്പം പതറുന്ന ഒരു അവസ്ഥ തന്നെയാണ്. പതറുന്ന അവസ്ഥകളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ കഥകളാണ്. ഇന്ന് ഏകാനയിലേക്ക് നമ്മൾ പോകുന്ന സമയമായിരിക്കാണ് ഉണ്ടായതല്ലേ റൈഫി? അന്ന് അവർ വിജയിച്ചു. പക്ഷേ ഇന്ന് LSGക്ക് ജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ആ പോയിന്റ്സ് ടേബിളിൽ അവർക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് പഞ്ചാബിനെ എടുത്ത് നോക്കിയാലും വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സൈഡ്. അതുകൊണ്ടാണ് അവരുടെ ആ മാച്ചസിൽ നമുക്ക് ആ ഒരു വ്യത്യാസം കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു കൂടുവിട്ട് നല്ല രീതിയിൽ പ്ലേയേഴ്സിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റൊക്കെ ഇവർക്ക് അറിയായിരിക്കും. പക്ഷെ അത് എങ്ങനെയാണ് ഇന്ന് LSG അഡ്വാൻറ്റേജിലേക്ക് എടുക്കാൻ പോകുന്നതെന്ന് റോഹ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കും. അതെ, എത്ര രഹസ്യങ്ങൾ കയ്യിലോട്ട് വന്നിട്ടുണ്ടെങ്കിലും അത് വെച്ച് എന്ത് ചെയ്യുന്നു, തന്ത്രങ്ങൾ എങ്ങനെ മെനയുന്നു, പിന്നീട് മുന്നോട്ട് എങ്ങനെ പോകുന്നു, അതിലാണ് കാര്യം. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, പോരാട്ടങ്ങൾ കടുക്കും. പ്രധാന പോരാട്ടങ്ങൾ. റൈഫി, നിക്കോളാസ് പൂരന്റെ ഒരു ശക്തിയായിരിക്കും നമ്മളിന്ന് കാണാൻ പോകുന്നത്. അവിടെ നമ്മൾ കഴിഞ്ഞ മാച്ച് കണ്ടാണ്. സാധാരണ അതുപോലത്തെ ഇന്നിങ്സ് കളിക്കുമ്പോൾ മാച്ച് ഫിനിഷ് ചെയ്യുന്ന രീതിയാണ്. എതിർ ടീമിലുണ്ട് ആൾക്കാർ. എതിർ ടീമിൽ അവിടെ ലിവിങ്സ്റ്റൺ നിന്ന് കഴിയുമ്പോൾ DCക്കെതിരെ എന്താണ് അദ്ദേഹം ചെയ്തേ റോഹൻ? ഉറപ്പായിട്ടും അദ്ദേഹം ലോകം കണ്ട ഏറ്റവും വലിയ കാണേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസമാണെങ്കിൽ ഇന്ന് ഒരുപക്ഷെ 250-300 സ്ട്രൈക്ക് റേറ്റ് നമുക്ക് ഇന്ന് കാണാം. ഒന്നും പറയാൻ പറ്റത്തില്ല. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ റൈഫി, പഞ്ചാബിന്റെ ഏറ്റവും വലിയ ശക്തി ഒരുപക്ഷെ ഡെത്ത് ഓവേഴ്സിൽ കൂറ്റൻ അടിക്കാറുള്ളതല്ലേ? ഒരു സംശയമില്ല. കാരണം ആ പറയുന്ന 3 അദ്ദേഹത്തെ കളിക്കാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തെ നേരത്തെ ഇറങ്ങി വിടുന്നത്. പക്ഷേ എങ്കിലും അദ്ദേഹം നല്ല രീതിയിൽ മിഡിൽ ഓവേഴ്സ് കളിസമുണ്ടാക്കാൻ സാധിക്കും. സാം കരൺ മുകളിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ? മുകളിലേക്ക് എത്തുമ്പം അറിയാലോ രേണു. കാരണം അവിടെ നിന്ന് അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്ത അവസാനം. അതുകൊണ്ട് ഈ സീസണിൽ തീർച്ചയായിട്ടും സാം കരണിൽ നിന്നും ടീം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു വലിയ ഇന്നിങ്സ് തന്നെയാണ് രേണു. വലിയ ഇന്നിങ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പഞ്ചാബ് വളരെ ശക്തരാണ്. പക്ഷേ പഞ്ചാബ് വിറയ്ക്കാൻ പോകുന്ന ഒരാളുണ്ട്. ഒരുപക്ഷെ LSGയുടെ വജ്രായുധം രവി ബിഷ്ണോയ്. ഇന്റർനാഷണൽ മാച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായ സമയങ്ങളിൽ പവർ പ്ലേയിൽ വന്ന് നല്ല രീതിയിലുള്ള വിക്കറ്റുകൾ എടുത്തു കൊടുക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ എങ്ങനെയാണ് ഒരുപക്ഷെ അവസാന ഓവറുകളും അദ്ദേഹത്തെ കൊടുത്ത് കളി ജയിക്കുന്ന പല സാഹചര്യം കണ്ടിട്ടുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ വജ്രായുധം ഗൂഗിളി, അതെടുത്ത് പറയണം അല്ലേ റഫി? ഉറപ്പായിട്ടും. ഒരിക്കൽ പോലും വിക്കറ്റ്ലെസ് ആവേണ്ട വന്നിട്ടില്ല രവി ബിഷ്ണോയി ഇവർക്ക്. അപ്പം എനിക്ക് തോന്നുന്നു എതിർ ടീമും ഇതുപോലെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വരും. പക്ഷേ ഒരുപാട് പ്ലാൻ ചെയ്ത് വന്നാൽ ഉറപ്പായിട്ടും വിക്കറ്റ് കൊടുക്കുകയും ചെയ്യും. എങ്ങനെ വേണമെങ്കിലും ക്യാപ്റ്റന് ധൈര്യമായിട്ട് ബോൾ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു വന്നാൽ രവി ബിഷ്ണോയ് കാര്യം ചെയ്തിരിക്കും. LSGക്ക് അങ്ങനെ രവി ബിഷ്ണോയ് ഉണ്ടെങ്കിൽ, ഒരു ലെഗ് സ്പിന്നർ ഉണ്ടെങ്കിൽ, അവിടെ പഞ്ചാബിനുമുണ്ട് ഒരു ലെഗ് സ്പിന്നർ രാഹുൽ ചഹർ. ഇനി അദ്ദേഹം വരുവാണെങ്കിൽ അതിനെതിരെ നിൽക്കുന്നത് നമ്മുടെ മലയാളി പയ്യൻ ദേവദത്ത് പടിക്കലാണ്.
ഉറപ്പായിട്ടും ദേവദത്ത് പടിക്കൽ നല്ല രീതിയിലുള്ള സ്ട്രൈക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു കൊല്ലം നോക്കി ഒന്ന് അടിച്ച് കളയുക, അത് തന്നെയായിരിക്കാം ദേവദത്ത് പടിക്കലിനെ പോലുള്ളവരുടെ ഒരു മനസ്സിൽ. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു ഫോമും എടുത്ത് പറഞ്ഞ റഫി, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ ഡൊമസ്റ്റിക്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. കൂടാതെ ടെസ്റ്റ് ക്രിക്കറ്റിലും അദ്ദേഹം വരവറിയിച്ചു. ഇതിപ്പോൾ അവിടെ നമ്മൾ മലയാളി പയ്യനും അടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തിങ്കളാഴ്ച വലിയൊരു യുദ്ധത്തിന് ഒരുങ്ങി മറ്റൊരു മലയാളി പയ്യൻ റെഡി ആയിട്ടിരിക്കുന്നില്ല. അതായത് വാങ്കഡയിൽ ഇല്ല, കാരണം 200-ൽ മുകളിൽ റൺസ് അടിച്ചതിന് ശേഷം മുംബൈ ഇന്ത്യൻസ് ഇതുപോലുള്ള ഒരു ചേസ് നടത്തുന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പ്രതീക്ഷയ്ക്കപ്പുറമാണല്ലോ എല്ലാം വരുന്നത്. എൻ്റെ ചോദ്യം, റോഹൻ പകരം വീട്ടുപോയില്ലയോ? ഉറപ്പായിട്ടും. കാരണം കഴിഞ്ഞ ഈ പറഞ്ഞ പോലെ ഒരു ജയം മുംബൈക്ക് ആവശ്യം തന്നെ. എങ്കിലും RRന്റെ ഒരു സാറിലുള്ള ചെറിയ സംഭാഷണമൊക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയും കൂടെ ഈ ഒരു മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. സഞ്ജു വസേ ക്യാപ്റ്റൻ എന്തൊക്കെ മാജിക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ ഇന്ന് വരാൻ പോകുന്നത് ഓപ്പണേഴ്സ് ആൻഡ് ക്യാപ്റ്റൻസ് അവർ തമ്മിലുള്ള ഒരു യുദ്ധമായിരിക്കത്തില്ലേ? KL രാഹുൽ വേഴ്സസ് റബാഡ ആയിരിക്കുമോ കാണാൻ പോകുന്നത്? കാരണം 3 തവണ റബാഡ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. ഒരു ഉഗ്രൻ കോൺടെസ്റ്റ് ആയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം KL രാഹുലിന്റെ ഫോം നമ്മൾ എടുത്ത് പറഞ്ഞ കാര്യം തന്നെ. അദ്ദേഹം ന്യൂ ബോളിൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് എറിയുന്ന രീതി, അദ്ദേഹത്തിന്റെ ലെങ്ത് വളരെയധികം മെച്ചപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഫ്രണ്ടിൽ എറിഞ്ഞ് ആ ഒരു ഔട്ട് സ്വിംഗേഴ്സ് ഷേപ്പ് ചെയ്യുന്ന രീതി, സ്ലിപ്പിലേക്ക് എഡ്ജ് എടുപ്പിക്കുന്ന രീതി, അത് റബാഡയ്ക്ക് പ്രത്യേകിച്ച് ഫുള്ളറായിട്ട് എറിയുമ്പോൾ ലേറ്റ് ആയിട്ട് സ്വിംഗ് ചെയ്യിപ്പിക്കുന്ന രീതി ഇന്നൊരു ഉഗ്രൻ കോൺടെസ്റ്റ് തന്നെയായിരിക്കും. എന്തോഹ? പക്ഷേ അതൊക്കെ തന്നെയായിരിക്കാം. റബാഡ പലപ്പോഴും KL രാഹുലിനെ പേടിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല തന്നെയായിരിക്കും. പ്രത്യേകിച്ചും അദ്ദേഹം എക്സ്ട്രാ കവറിൻ്റെ മുകളിൽ കൂടി കളിക്കുന്ന ആ ഒരു ഷോട്ട് അത് ഗംഭീരം തന്നെ എന്ന് പറയണം. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇന്ന് നമുക്ക് KL രാഹുലിൻ്റെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് കാണാം. KL രാഹുലിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കാണാനിരിക്കുന്ന പോലെ തന്നെ ധവൻ വേഴ്സസ് അമിത് മിശ്രയും കാണാൻ സാധ്യതയില്ലേ? 3 തവണ അവിടെ കുട്ട് സംഭവിച്ചിട്ടുണ്ട്. അമിത് മിശ്രനൊക്കെ ഒരുപാട് കളിച്ച ആളാണ് റോഹൻ, പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡറാണ്. അപ്പോൾ ധവൻ അത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന റോഹ? പലപ്പോഴും ശിഖർ ധവൻ അമിത് മിശ്രയെ ഒന്ന് പതർന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും T20യിൽ വരുമ്പോൾ ലെഗ് സ്പിന്നർ വളരെ ആവശ്യം തന്നെയാണ്. പ്രത്യേകിച്ചും പഞ്ചാബിനെ പോലുള്ള ഒരു നിരയിൽ ഇത്രയും എക്സ്പീരിയൻസ് ആയ ശിഖർ ധവനെ പോലുള്ളവരുടെ ബാറ്റിൽ നിന്നും റണ്ണ് വരേണ്ടത് ആവശ്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കത് ശിഖർ ധവൻ്റെ ബാറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ധവൻ വിറപ്പിക്കുമോ? വിറപ്പിച്ചല്ലേ പറ്റൂ, എങ്കിലല്ലേ മാച്ച് ജയിക്കുള്ളൂ. അതായത് 2 ക്യാപ്റ്റന്മാരും ഇല്ലാത്ത മാച്ച് തന്നെയായിരിക്കും ഇന്ന് വരാൻ പോകുന്നത്. ഒരു രക്ഷയും ഇല്ലാത്തൊരു മാച്ച്, അത് തന്നെയല്ലേ നമ്മളും പ്രതീക്ഷിക്കുന്നത്. LSGയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം വീടാണ്, സ്വന്തം തട്ടകമാണ്. തീർച്ചയായും ആദ്യ വിജയത്തിൻ്റെ ആ ഒരു മധുരം, ലഹരി അവിടെ നിന്ന് തുണയാനായിട്ട് അവർ